ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നാടൻ പക്കാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. നല്ല രുചിയുള്ള പക്കാവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഒരു 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്ലാസ്സിലോ കപ്പിലോ ഏതിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. സെയിം ഗ്ലാസ്സിൽ തന്നെ ബാക്കി അളവുകൾ എടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കി അളവുകളെല്ലാം ഈ ഒരു ഗ്ലാസ്സിൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കപ്പ് ആണെങ്കിൽ കപ്പ് എടുക്കാം. അപ്പോൾ ബാക്കി അളവുകളെല്ലാം കപ്പിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാൻ 1.5 ഗ്ലാസ് വറുത്ത നൈസ് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 1/4 ഗ്ലാസ് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വേണ്ടത് ഉഴുന്നാണ്. ഒരു 2 ടീസ്പൂൺ ഉഴുന്നെടുക്കാം. ഉഴുന്നിൻ്റെ അളവൊന്നും അധികമാവാൻ പാടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ നല്ല ടേസ്റ്റാണ് ഉഴുന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ. 2 ടീസ്പൂൺ ഉഴുന്നെടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. എന്നാലേ ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഉഴുന്നിൻ്റെ പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടല പൊടിച്ചതാണ്. ഒരു 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പൊടിയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അത് വറുക്കൊന്നും വേണ്ട, അങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് പൊട്ടുകടല. ചട്നി ദാൽ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചട്നി, കോക്കനട്ട് ചട്നിയുടെ കൂടെയൊക്കെ ചേർത്തിട്ട് അരയ്ക്കും. ഇത് മാത്രമായിട്ടും നമ്മൾ ചട്നി, ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ചട്നി ഉണ്ടാക്കാറുണ്ട്. ആ ഒരു ചട്നി ദാലാണ്. റോസ്റ്റഡ് ഗ്രാം എന്ന് പറയും. ഈ ഉഴുന്നിൻ്റെ കൂടെ ഒരു 4-5 ചോള വെളുത്തുള്ളി നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഒഴിവാക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി കൂട്ടാത്തവരുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ കൂടെ ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഡ്രൈ ആയിട്ട് അടിച്ചെടുക്കണം. ഈ ഉഴുന്ന് നിങ്ങൾക്ക് ചേർക്കാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് പക്കവട ഉണ്ടാക്കാം. പക്ഷേ ഉഴുന്ന് ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. വെറും 2 ടീസ്പൂണേ ഉള്ളൂ ഉഴുന്ന്. അതൊന്ന് വറുത്ത് പൊടിച്ചാൽ മതി. അപ്പോൾ ഉഴുന്ന് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും കൂടി ചേർത്ത് പൊടിക്കുക കേട്ടോ. ഇപ്പോൾ ഉഴുന്നും വെളുത്തുള്ളിയും പൊടിച്ചത് ശരിക്കും അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ കുറച്ച് പൊടി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമുക്ക് വെളുത്തുള്ളി വേറെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പൊടി ആ വെളുത്തുള്ളിയുടെ കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഫൈനായിട്ട് വെളുത്തുള്ളി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ വെണ്ണയാണ്. വെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുള്ള റിഫൈൻഡ് ഓയിൽ ചേർക്കാം, 1-2 ടീസ്പൂൺ. ഞാനിപ്പോൾ വെണ്ണയാണ് ചേർക്കുന്നത്. വെണ്ണ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. ഇനി ഈ വെണ്ണയും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ ഒന്നും അളവ് കൂടി പോണ്ട. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒന്ന് യോജിപ്പിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. സാധാരണ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി നല്ലൊരു യോജിപ്പ് വരണം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുറുക്കിൻ്റെ അച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ 4 ഹോളുണ്ട്. അത് കാരണം തന്നെ ഇതിങ്ങനെ തിരിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. 2-3 ഹോളുള്ളതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് വെച്ചിട്ടല്ലേ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാവ് നിറയ്ക്കാം. ഇപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് റിഫൈൻഡ് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞൊഴിക്കുക ആവശ്യത്തിനുള്ളത്. ഇത് എണ്ണയിൽ നന്നായിട്ട് മൂടി കിടക്കത്തക്ക വിധത്തിൽ വേണം ഇതിലേക്ക് പിഴിഞ്ഞിടാൻ. കൂടുതൽ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ
ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും, ക്രിസ്പി ആയി കിട്ടില്ല. ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ, ഒന്ന് ബലമായി വരുമ്പോൾ ഇത് മറിച്ചിടണം. അതായത് മറിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിന് മുന്നേ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. നല്ല മൊരിഞ്ഞ പക്കാവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവിലേക്ക് കുറച്ച് എള്ള് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ അയമോദകമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എള്ളോ അയമോദകമോ ഒന്നും ചേർത്തിട്ടില്ല. അതും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടി കിട്ടും. അയമോദകം ആകുമ്പോൾ വയറിന് വളരെ നല്ലതാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ലേശം ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ അത് നമ്മുടെ പക്കവടയൊക്കെ റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പക്കവടയാണ്. റെസിപ്പി ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള പക്കവട ഉണ്ടാക്കാം. ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആ കറിവേപ്പില ഒന്ന് പൊടിച്ചത് കൂടി ചേർക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പക്കവട റെഡിയായി. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നത് ക്രിസ്പി ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.